നെയ്യാറ്റിൻകര ഗോപന്റെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന അവകാശവാദം. 3 യുവാക്കൾക്ക് മർദ്ദനം, ബൈക്കുകൾ അടിച്ചു തകർത്തു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ്. ചെമ്പരത്തിവിള സ്വദേശി അനീഷാണ് പരാക്രമം കാണിച്ചത്. ഇന്നലെ രാത്രി 12:30-ഓടെയാണ് സംഭവം. നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത്. അനീഷ് ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം. അക്രമത്തിനിടയിൽ ഇയാൾ 3 യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകര പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയ യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ മരണവും സമാധിയുമൊക്കെ. മരണം സംഭവിച്ച 1 മാസം കഴിയുമ്പോഴും സമാധി വിവാദം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അസ്വാഭാവിക ചതവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് വീണ്ടും ഈ വിഷയം ചർച്ചയായിരിക്കുന്നത്. അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. പൂജാരിയായ മകൻ രാജസേനനാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. ജനുവരി 9-ന് സ്വർഗവാതിൽ ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധിയിരുത്തിയതെന്നായിരുന്നു മക്കൾ അയൽക്കാരോട് പറഞ്ഞത്. ഇതിന് പിന്നാലെ പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിന്നാലെ വൻ വിവാദവും സമാധി വിവാദവും ചർച്ചയാവുകയായിരുന്നു.